കുട്ടിമോനും അവിടെ ഇരുന്നില്ല ഇനി സീറ്റ് എങ്ങണ്ടേ. അപ്പോൾ അൽഹംദുലില്ലാ കുഞ്ഞനെത്തി. ഒരുപാട് ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മക്കളെ അൽഹംദുലില്ലാ ഞങ്ങൾ എയർപോർട്ടിൽ വരെ പോവുകയാണ്. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇമ്മാന്റെ പേരക്കുട്ടിനെ കൊണ്ടുവരാൻ പോവാണ്. ഇമ്മാന്റെ പേരക്കുട്ടി ഇന്റെ മോനാണ്. ഇതാ അനിയൻ കുഞ്ഞിപ്പാന്റെ മോനാണ് കേട്ടാ. അപ്പോ അവന് കുറച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം വിചാരിച്ച ദിവസം വരാൻ പറ്റിയില്ല. അപ്പൊ ഏതായാലും അൽഹംദുലില്ലാ ഇന്ന് ആളവിടെ നിന്ന് കയറിയിട്ടുണ്ട്. അപ്പൊ അവനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് പോവാണ്. ആദ്യമായിട്ട് അവൻ ഗൾഫിൽ പോയതാണ്, നമ്മൾ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ 1 ഇയർ അവിടെ നിന്നിപ്പോ 1 മന്ത് വെക്കേഷന് വേണ്ടി ആള് വരികയാണ്. അപ്പൊ ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് എയർപോർട്ടിൽ കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് തിരിച്ചു വന്ന് എല്ലാവരും നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. അപ്പൊ ഞങ്ങൾ എയർപോർട്ടിൽ പോകണില്ലേ അമ്മ? നിങ്ങളോട് കാരണേ കോഴിക്കോട്. അതെ, ഒരുപാട് സന്തോഷം. എന്താ വെച്ചാൽ അമ്മക്ക് ആരോഗ്യപരമായി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് ആ പേരക്കുട്ടിനെ കൊണ്ടുവരേണ്ട സന്തോഷത്തിൽ എയർപോർട്ടിൽ പോകാൻ വേണ്ടി ആള് കയറിയിരുന്നാണ്. അതെ അതെ അതെ. അപ്പോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട. അപ്പൊ ഇതിന്റെ പുതിയ വിശേഷങ്ങൾ, കാര്യങ്ങൾ, ഇന്നത്തെ നോമ്പിന്റെ വിശേഷങ്ങൾ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ നോമ്പുതുറ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ. പോവാം നമുക്ക് വീഡിയോയിലേക്ക്. അപ്പൊ എന്റെ അനിയനെ കാണാത്തവർ കണ്ടോളിട്ടാ, ബാക്കിലായിരിക്കണേ. കാണാത്തവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരൊറ്റ അനിയനേ ഉള്ളൂ. എല്ലായിട്ടും എന്റെ അനിയൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഉപ്പായിട്ടും അനിയനായിട്ടും ജ്യേഷ്ഠനായിട്ടും കൂടപ്പുറപ്പായിട്ടും എല്ലാം ഒരു അനിയനേ ഉള്ളൂ. 3 പെങ്ങന്മാരാണ്. അതെ 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 അതെ, അങ്ങനെ അതെ. ആ ബാക്കിലുണ്ട് ആള് കേട്ടോ. അപ്പൊ പോവാം നമുക്ക് വീഡിയോയിലേക്ക്. എയർപോർട്ടിലെ മാഷാ അല്ലാഹ്. അപ്പൊ മോളൂസിന്റെ കാക്കാനെ കൊണ്ടുവരാൻ പോകണേ ഞങ്ങൾ കേട്ടോ. അതാ രണ്ടോ ഞങ്ങൾ ആദ്യം കയറുന്നത് മുഹമ്മദ് അറബിയ അല്ലേ? അതാ മങ്ങളെടുക്കാം. നിങ്ങൾ എടുക്കണേ? അതല്ല, നിങ്ങൾ എയർപോർട്ടിൽ നിങ്ങളുണ്ടാ? ആരെ കൊണ്ടുവരാനാ? അഥവാ ഇവിടെ എത്തുമ്പോൾ ബാങ്ക് കൊടുത്താല് നോമ്പറക്കാനുള്ള ഐറ്റംസുകളാണ് ഇതിട്ടാ അല്ലേ? അങ്ങനെ നോമ്പില്ല. അപ്പൊ മക്കളെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. അൽഹംദുലില്ലാ അവിടെ കുഞ്ഞിനോടെ ഇറങ്ങിയിട്ടുണ്ട്. ലാൻഡ് ചെയ്തിരിക്കുന്ന ഫ്ലൈറ്റ് പുറത്തേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. ഞങ്ങൾ എയർപോർട്ടിൽ കയറിയിട്ടാ. അതെ, ഇവിടെ ചെറിയ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും അല്ലേ? അവിടെ ചെല്ലും പോയോക്കാം. മോനെ വാങ്ങിക്കട്ടോ. ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ്. പോയോക്കാം, വണ്ടി തന്നെ നേരെ പോയോക്കാം. ആ ഇവിടെ പാർക്കിംഗ് ഒക്കെയാണ്, പക്ഷെ അതിന്റെ ആവശ്യമില്ല. ആൾ ലാൻഡ് ചെയ്തിരിക്കണല്ലോ. ജസ്റ്റ് പോയോക്കാം. ആരെയും വിട്ടുകൊടുത്തതോ? പോയി നോക്കല്ലേ? അല്ലെങ്കിൽ പെരുഞ്ചായി തിരക്കേക്കാരം. പേരക്കുട്ടിനെ കൊണ്ടുവരാ എമ്മയും എയർപോർട്ടിലാട്ടാ. കരിപ്പൂര് പുന്നോ കുഞ്ഞിപ്പിയും മോനും മോളുട്ടിയും എല്ലാവരും കൂടി ഇങ്ങനെ പോവട്ടാ എയർപോർട്ടേക്ക്. കാണാൻ
ആള് വരുന്ന വരവ് തട്ടാ കുഞ്ഞിനത് വരുന്നത് ഇതാ പോണേ ആ ടീഷർട്ട് ഇട്ടുകൊണ്ട് ഡിലേ ആയി അപ്പോൾ അൽഹംദുലില്ലാ കുഞ്ഞിനു അനിയൻ്റെ മോനവ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാണ്. അവിടെ എയർപോർട്ട് ഇന്ന് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനെ കയറ്റാൻ വേണ്ടി പോകട്ടാ. ഞാനിവിടെ വണ്ടി പാർക്കിങ്ങിലായിരുന്നു. ഒരുപാട് ടെൻഷനായിരുന്നു. ഏതായാലും ഇവിടെ എത്തി. ഒരുപാട് സന്തോഷമുണ്ട്. ടോക്കൺ അഥവാ നോമ്പറക്കാൻ എത്തിയില്ലെങ്കിലും വെച്ചിട്ട് ആ പെട്ടി കുഞ്ഞിനോ ആദ്യം എടുക്കല്ലേ പെട്ടി അത് മേലെ വന്നിട്ട് അവിടെ ഇരുന്നില്ല ഇനി സീറ്റ് എങ്ങണ്ടേ. അപ്പോൾ അൽഹംദുലില്ലാ കുഞ്ഞിനെത്തി. ഒരുപാട് പ്രതിസന്ധികളൊക്കെ കഴിഞ്ഞത് അൽഹംദുലില്ലാ ഹൈറാണ്. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഏരമ്മ അപ്പൊ ഞങ്ങൾ പോവാണ്. വീട്ടിലേക്ക് നേരെ പോകണം. നമ്മളെ മമ്മാലിപ്പടിയിൽ എത്തിട്ടാ. മമ്മാലിപ്പടി എത്തി. മമ്മാലിപ്പടി മമ്മാലിപ്പടി എത്തി. അപ്പൊ കുഞ്ഞിനപ്പൊ ഞങ്ങൾ വീട്ടിലെത്തിട്ടാ. ഞാൻ തിരിച്ചിട്ടുണ്ട്. അപ്പൊ റാസൽ കൈമ ടു കാലിക്കറ്റിലാണ് നമ്മുടെ കുഞ്ഞിന് എത്തിയിട്ടുള്ളത്. ഒരു പ്രാവശ്യം ഫ്ലൈറ്റ് പൊന്തി പിന്നെ വീണ്ടും അവിടെ ലാൻഡ് ചെയ്ത്. കാരണം എന്താ വെച്ചാൽ എന്തോ അവിടെ ആ സാധനത്തിന്റെ പേരെന്താ വിടുന്ന കുഞ്ഞിനോ? ആ ഡ്രോണ്. അപ്പൊ ഡ്രോൺ എന്തോ കണ്ടിട്ട് എന്തോ കാലാവസ്ഥ ബുദ്ധിമുട്ട് കാരണമൊക്കെ ഉണ്ടായിട്ട് മിലിറ്ററി വീണ്ടും ഇറക്കി. ലാസ്റ്റ് അതിന്റെ ഫുൾ പുതിയ അറിയിപ്പ് കിട്ടിയതിന് ശേഷമാണ് ഫ്ലൈറ്റ് പൊന്തി. അതായത് അൽഹംദുലില്ലാ ഹൈറായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ നാട്ടിലെത്തി, വീട്ടിലെത്തി തുടങ്ങിട്ടാ. സലാം കൊടുത്തോളാം. എല്ലാരും കൂടി ടെൻഷൻ അടിച്ച് ഏതായാലും കൊണ്ട് എത്തി കിട്ടി. പെട്ടിയിറക്കുവാ മാളാണ് പെട്ടി ഇറക്കണേട്ടാ. മാളാണ് പെട്ടി ഇറക്കിയത് കുട്ടിമോനും. അപ്പോൾ അൽഹംദുലില്ലാ സൗകര്യമായിട്ട് പെട്ടിയൊക്കെ ഇവിടെ വെച്ച് സൂപ്പറായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ നോമ്പറക്കാൻ പോവാണ്. അധികം സമയമില്ല. അപ്പോൾ ഒന്ന് രണ്ട് വീട്ടിലും കൂടി അവിടെ പോയിട്ട് 2 വീട്ടിൽ നോമ്പറ അവിടെ ഉണ്ടാകും. അവിടെ അനിയൻ്റെ വീട്ടിലെ ക്ലാസ് മാളും ഇവിടെ ഉണ്ടാക്കിയ ഐറ്റംസ് അത് ഇതൊക്കെ ആണ്ട് കൊണ്ടുപോയിക്കണേ. അപ്പോൾ ഇനി നിമിഷങ്ങളുള്ളൂ കേട്ടോ നോമ്പറക്കാൻ. അപ്പോൾ ആണ്ട് പോകില്ല മാളോ. ഞാൻ എന്തെടുക്കണ്ടേ ഞാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലേ മാളോ. കുട്ടി മോൻ എടുത്തോളൂല്ലേ. അപ്പൊ കുഞ്ഞിന് വരായിട്ട് സ്പെഷ്യലായിട്ടുള്ള പൊരിക്കടികളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് നോമ്പ് ഇറങ്ങി സ്കേച്ചിലൊക്കെ ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ. ഞാനോ അപ്പൊ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് കഴിക്കാൻ നിൽക്കണം.
പൂളാനിട്ട കപ്പ, ടേബിൾ ആൾക്കാരെ പത്തിരി, ചിക്കൻ ബിരിയാണി, പത്തിരി, ചിക്കൻ കറി, മുളകിട്ടത് കണ്ടിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കുഞ്ഞിന് വന്നിട്ട് സ്പെഷ്യലായിട്ട് ഇവിടെ ഒരാൾ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. ആ കേൾക്കാത്തിട്ടാ ഒരാളുടെ ഇവിടെ. ആ ഓക്കെ. അല്ല ഞാൻ അങ്ങോട്ടൊന്നും പിടിച്ചിട്ടില്ല. മാളൊന്നും തന്നെ പൂള അപ്പൊ ഞങ്ങൾ കഴിക്കണേ. കാല് വെറുതെ എല്ല് പോലും വെറുതെ വിടണ ഇയാളേങ്ക. വെറൈറ്റി ബിരിയാണിയില് ചിക്കൻ കറി വെച്ചിരുന്നതാ. നിങ്ങൾ ആരെയും തിന്നണേ കമന്റ് ചെയ്യാൻ വേണ്ടിട്ടതാ. അവൻ ചിക്കൻ ബിരിയാണിയില് വറുത്തരച്ച കറി വെച്ചിക്കണത്. അല്ലേ 2-3 പ്ലേറ്റ് തിന്നിട്ട് പൈപ്പ് ഇട്ടിട്ടില്ലല്ലോ. കണ്ടില്ലേ? നിങ്ങളും കുഞ്ഞിനും ഏട്ടനും 5 എനിക്ക് തോന്നുന്നുണ്ടെന്ന്. നിങ്ങള് കുഞ്ഞിപ്പ തടി പറഞ്ഞേ 3 പ്ലേറ്റ് ബിരിയാണി ഇനി 4ാമത്തെ ഇട്ട് പൈപ്പ് ഇടാനാണ്. ഇപ്പൊ അടുത്തത് കറി ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് പത്തിരി നോക്കണ്ടതാ. ഇത് പള്ള പൊന്നിനല്ലോ എവിടേക്കും പോണ്ട. ഇങ്ങോട്ടൊക്കെ അളയങ്ക കാര്യമായിട്ട് തിന്നിട്ടില്ലാന്നേ. തിന്നല് തുടങ്ങണല്ലോ കുഞ്ഞിപ്പ. ഇതൊക്കെ പത്തിരി കാര്യം തിന്നല് തുടങ്ങണല്ലോ. നിങ്ങളതിന്റെ ആളല്ലേ. തിന്നല് തുടങ്ങണല്ലോ. അപ്പോൾ മകളെ നോമ്പുതുറൊക്കെ കഴിഞ്ഞ് നോമ്പുതുറ 2 ദിവസം നീണ്ട് 2 നോമ്പുതുറ എല്ലാവരും കൂടി അടിപൊളിയായിട്ട് കഴിഞ്ഞപ്പോൾ അനിയൻ്റെ മോന് കുഞ്ഞിന് വന്ന് ഇനി ഏതായാലും ഒരു അളിയനും പെങ്ങളും ഇവിടെ ഉണ്ട്. 2ാമത്തെ പെങ്ങളും അളിയനും ഉണ്ട്. അവരിതാ പോവട്ടാ. അപ്പോൾ നിങ്ങളെ പെങ്ങന്മാരും അതേപോലെ നിങ്ങളെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാണ് കല്യാണം കഴിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെയാ പോക്കുന്നൊന്ന് കമന്റ് ചെയ്യോണ്ടിട്ടാ. അല്ല അവളോ അല്ലേ? ഇവിടെ അങ്ങനെയാണ്. പോകുമ്പോ മിസ്കീനായിട്ട് പോകും, വരുമ്പോ കബീർ ആത്മീയായിട്ട് വരും. അപ്പൊ കറിയോ കൂട്ടാനോ അങ്ങനൊക്കെ എന്തെങ്കിലും ഏതാ ഇതൊരു 1.5 പോക്കാണ്. ഈ പെങ്ങളും അളിയനും പോണ്. എങ്ങനെയൊന്നും നോക്കിക്കള്. ഇപ്പൊ കാണിച്ചു തരട്ടാ. അല്ല വണ്ടി പോണാണ്. അപ്പൊ പെങ്ങളും അളിയങ്ങി പോവാണ്. ഇന്ന് കലാശക്കൊട്ടായി. ഇല്ല വെട്ടിയെടുക്കൂല. ആ ആയിക്കോട്ടെ. പെങ്ങള് പോണ പോക്കണ്ടി 1.5 പോക്കാണ്. കണ്ടില്ല? അൽഹംദുലില്ലാ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നല്ല റാഹത്തായി. താത്താരൊക്കെ വന്ന് പോയപ്പോ എന്തോ ഒരു വീട് ഒഴിഞ്ഞ് ഒരുപാട് ആളുകളുടെ അടിയിൽ നിന്ന് ഒറ്റപ്പെട്ട പോയായി. 2 ദിവസം അടിപൊളി ഭയങ്കര രസം. ഇന്നലെ പിന്നെ എല്ലാരും കൂടി ഇന്നലെ താത്താരും കുട്ടികളെ ഫുള്ളില്ലെങ്കിലും അല്ല കുട്ടികളും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി രസം ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിന് വന്ന് നിങ്ങള് കണ്ടില്ലപ്പോ ഓന്റെ കഥ പറയാന്നുവെച്ചെങ്കില് അവിടെ ഫ്ലൈറ്റ് കയറിയതിന് ശേഷം ഫ്ലൈറ്റ് പൊന്തിയിട്ട് ഒരു ഡ്രോണ് വരുന്നത് സിഗ്നൽ കിട്ടിയിട്ട് ആ ഡ്രോണ് അവിടെ വെച്ച് റെഡിയാക്കാൻ വേണ്ടി ആ വിമാനം ബാക്ക് എടുത്ത് പിന്നെ അതിന് ആൾക്കാരെ ഒഴിപ്പിച്ച് സുരക്ഷിതായ സ്ഥലത്തേക്ക് പോലെ കൊണ്ടാക്കി. എന്നിട്ട് ആ ഡ്രോണ് പൊട്ടിച്ചതിന്റെ ശേഷമാണ് വീണ്ടും ഫ്ലൈറ്റ് പൊന്തിക്കണത്. അപ്പൊ അങ്ങനെ കൂടി ഇവിടെ ഞങ്ങള് ഫുള്ള് ആവലാതിയിൽ ആകെ ടെൻഷൻ അടിച്ച് റബ്ബേ എന്താ ഓനിങ്ങനെ മെസ്സേജ് അയക്കണോണ്ട് ഓന്റെ എന്താ വെച്ചാൽ താത്താന്റെ മരുവനും സൂറാത്താന്റെ മരുവനൊക്കെ അവിടെ അവന്റെ അടുത്താണ്. പിന്നെ ഓന്റെ ഫ്രണ്ടുകളൊക്കെ കുഞ്ഞിപ്പാക്ക് ഇങ്ങനെ വോയിസ് ഇട്ടൊക്കെ എന്നാലും നമുക്ക് ഇവിടെ കേൾക്കുമ്പോൾ ഒരു സമാധാനം എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു പണിയെടുക്കാൻ പോലും പറ്റി. ഇത് ക്യാമറ കുറച്ച് കണ്ടുപിടിച്ച് അങ്ങനെ ഏതായാലും കൊറേ ടെൻഷൻ അടിച്ച് ചെയ്താലും ക്ലിയറിക്കണെന്ന് പറഞ്ഞു. 5:30 5:30 മണിക്ക് അവിടെ ഇറങ്ങി നോമ്പറക്കാൻ കറക്റ്റ് വീട്ടിൽ എത്തി. അതല്ല അൽഹംദുലില്ലാ സമാധാനം. എല്ലാവർക്കും സേഫാണ് വിചാരിക്കും. ആർക്കും ഒരു ആപത്തും ഭക്ഷണം കൊടുക്കാതിരിക്കട്ടെ. ഇപ്പോഴും യുദ്ധങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. എല്ലാരും ഭക്ഷണം കാക്കട്ടെ. ഇവൻക്കിപ്പോ ഒന്നുമില്ല, എല്ലാം ഒന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ വിമാനം പൊന്തലിന്റെ അടിപൊളി ഡ്രോൺ വന്നു കേൾക്കുമ്പോ നമുക്ക് പേടിയല്ലേ. കാണാൻ കഴിഞ്ഞോണ്ടും അതിന് ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയിക്കാൻ കഴിഞ്ഞോണ്ടും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ നമുക്ക് നമ്മളിത് അനുഭവിക്കണം മയക്കന്നെ ഒരുപാട് ആൾക്കാർ എല്ലാവരും ഒരേപോലല്ലേ. അല്ലാഹു നമ്മുടെ പ്രവാസികൾക്ക് ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി വീഡിയോ ആണ്.
നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട് വിചാരിക്കണോ? അപ്പൊ നാളെ ഒരു പുതിയ കുട്ടികളൊക്കെ ഫുള്ള് അവിടെയാണ്. കാക്ക വന്നതല്ലേ, ഫുള്ള് അവിടെയാണ്. ഞങ്ങളിപ്പോ അവിടെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളൂ. എല്ലാരും കൂടി ചെക്കപ്പ് ഒക്കെ താത്ത പോയി. താത്ത ഏതായാലും അളിയൊക്കെ കുഞ്ഞിന് വന്ന് കണ്ടിട്ട് പോവാച്ചിട്ട് ഈ ആകാംക്ഷയിൽ ഇരിക്കല്ലേ. അപ്പൊ താത്ത ഏതായാലും മോൻ വരട്ടെ, വന്നിട്ട് കണ്ടിട്ട് എനിക്ക് പോവാറുണ്ട്. ഇപ്പൊ ഏതായാലും വൈകുന്നേരം ഓളം നിന്ന് ഏതായാലും പോയി. അപ്പൊ അൽഹംദുലില്ലാ ഇനി നാളെ കാണാം ഇൻഷാ അല്ലാഹ്.